ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 68ാമത്തെ ദശകം നോക്കാം. ഗോപികളുടെ പരമാഹ്ലാദം. 1-ാമത്തെ ശ്ലോകം. തവ വിലോകനാത് ഗോപികാജനാ പ്രമദസങ്കുലാ പങ്കജേക്ഷണാം അമൃതധാരയാ സംപ്ലുതാ ഇവ സ്തിമിതതാം ദധൂസ്ത്വത്പുരോഗതാഃ. പദം മുറിച്ച് പറയാം. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദ സങ്കുലാഃ പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുത ഇവ സ്തിമിതതാം ദദുഃ ത്വത് പുരോഗതാഃ ദദുസ്ത്വത്പുരോഗതാഃ. പങ്കജേക്ഷണ തമരക്കണ്ണ ഗോപികാജനാഃ ഗോപസ്ത്രീകൾ തവ വിലോകനാത് അങ്ങയെ കണ്ടതുകൊണ്ട് കണ്ടപ്പോഴുണ്ടായ പ്രമദ സങ്കുലാഹ പരമാനന്ദ പരവശകളായിട്ട്, അങ്ങയെ കണ്ടപ്പോൾ പരമാനന്ദ പരവശകളായിട്ട് പ്രമദസങ്കുലാഹ അമൃതധാരയ സംപ്ലുതാഹ ഇവ അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവരെന്ന പോലെ ത്വത് പുരോഗതാഹ അങ്ങയുടെ മുന്നിൽ വന്നിട്ട് സ്ഥിമിതതാം ദതുഹു നിശ്ചേഷ്ടകളായിട്ട് നിലകൊണ്ടു എന്ന് പറയുമ്പോൾ ഭഗവാൻ മറഞ്ഞതിന് ശേഷം അവർ ആ ഗോപികമാർ കുറേ അന്വേഷിച്ച് നടന്നു. സകല ചരാചരങ്ങളോടും ഭഗവാനെ കണ്ടുവോ എന്ന് ചോദിച്ചു. അങ്ങനെ ക്ഷീണിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അന്വേഷണമൊക്കെ നിർത്തിയിട്ട് അവർ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് ആനന്ദം കൊണ്ട് പരവശകളായിട്ട് ആ ഗോപികമാർ അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവരെന്ന പോലെ എന്ന് പറയുമ്പോൾ അധികരിച്ച സന്തോഷം കൊണ്ട് ഭഗവാനെ അങ്ങയുടെ മുമ്പിൽ അവരങ്ങനെ അനങ്ങാതെ നിന്നു എന്ന് പറയുകയാണ്. നിശ്ചേഷ്ടകളായിട്ട് നിലകൊണ്ടു. ഇനി 2-ാമത്തെ ശ്ലോകം. തദനു കാചനാ ത്വത്കരാംബുജം സബതി ഗൃഹ്ണതി നിർവിശങ്കിതാം ഘനപയോധരേ സന്നിധായ സാം പുളകസംവൃതാ തസ്തുഷീചിരം. പദം മുറിച്ച് പറയാം. തദനു കാചന ത്വത്കരാംബുജം സബതി ഗൃഹ്ണതി നിർവിശങ്കിത ഘനപയോധരേ സന്നിധായ സാ പുളകസംവൃത തസ്തുഷി ചിരം. തദനു അനന്തരം കാചന ഒരു ഗോപസ്ത്രീ ത്വത് കരാംബുജം നിർവിശങ്കിത അങ്ങയുടെ ആ താമരപ്പൂ പോലെയുള്ള ആ കയ്യ് നിർവിശങ്കിത യാതൊരു ശങ്കയും കൂടാതെ യാതൊരു സംശയവും കൂടാതെ സബതി ഗൃഹ്ണതി സബതി പെട്ടെന്ന് ഗൃഹ്ണതി കടന്നു പിടിച്ചു. അങ്ങനെ കടന്നു പിടിച്ചിട്ട് ഘനപയോധരേ സന്നിധായ ഘന എന്ന് പറയുമ്പോൾ തടിച്ച പയോധരെ ആ സ്തനത്തിൽ തടിച്ച സ്തനത്തിൽ സന്നിധായ വെച്ചിട്ട് സാ പുളകസംവൃത ചിരം തസ്തുഷി ആ ഗോപിക എന്താ പറയുക കോൾമയിർ കൊണ്ടു എന്ന് പറയുമ്പോൾ ഉൾപ്പുളകത്തോടു കൂടിയിട്ട് ചിരം വളരെ നേരം തസ്തുഷി അങ്ങനെ തന്നെ നിന്നുപോയി. അപ്പോൾ അനന്തരം ഒരു ഗോപിക താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ കൈകളിൽ യാതൊരു ശങ്കയും കൂടാതെ പെട്ടെന്ന് കടന്നു പിടിച്ചിട്ട് തടിച്ച സ്ഥലങ്ങളിൽ വച്ചിട്ട് ഉൾപ്പുളകത്തോടുകൂടി വളരെ നേരം അങ്ങനെ തന്നെ നിന്നുപോയി. ഇനി 3-ാമത്തെ ശ്ലോകം. തവ വിഭോ പരാ കോമളം ഭുജം നിജകളാന്തരേ പര്യവേഷ്ടയത്.
ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതീവാദിഹർഷുല. പദം മുറിച്ച് പറയാം. തവ വിഭോ പരാ കോമളം ഭുജം നിജഗള അന്തരെ പര്യവേഷ്ടയത് ഗള സമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ അതിഹർഷുല. പ്രതിനിരുന്ധതീവാദിഹർഷുല. വിഭോ ഗുരുവായൂരപ്പ, പര എന്ന് പറയുമ്പോൾ മറ്റൊരു ഗോപി, അതിഹർഷുല അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട്, തവ കോമളം ഭുജം അങ്ങയുടെ മനോഹരമായ ഭുജം കയ്യ് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ പുറത്തെത്താറായ പ്രാണവായുവിനെ, ഗളസമുദ്ഗതം കണ്ഠനാളത്തിൽ നിന്ന് പുറത്തെത്താറായ പ്രാണമാരുതം പ്രാണവായുവിനെ പ്രതിനിരുന്ധതി ഇവ തടഞ്ഞു നിർത്തുവാനാണോ എന്ന് തോന്നും വിധത്തിൽ നിജഗളാന്തരെ തൻ്റെ കണ്ഠത്തിൽ പര്യവേഷ്ടയത് ചുറ്റിക്കെട്ടി. ഇപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, സർവശക്തനായ ഗുരുവായൂരപ്പ, മറ്റൊരു ഗോപിക വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങയുടെ കൈയെടുത്ത് ആ വിരഹദുഃഖം കൊണ്ട് കണ്ഠനാളത്തിൽ നിന്ന് പുറത്തേക്കെത്താറായ പ്രാണവായുവിനെ അവിടെ തന്നെ തടഞ്ഞു നിർത്താനാണോ എന്ന് തോന്നും വിധത്തിൽ ഭഗവാന്റെ കൈയെടുത്ത് സ്വന്തം കഴുത്തിൽ ചുറ്റിക്കെട്ടി. ഇനി 4-ാമത്തെ ശ്ലോകം. അപഗതത്രഭാ കാമിനീം തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തത് വക്ത്രപങ്കജേ നിദധതി ഗതാ പൂർണ്ണകാമദാം. പദം മുറിച്ച് പറയാം. അപഗതത്രഭ കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തത് വക്ത്രപങ്കജേ നിദധതി ഗതാ പൂർണ്ണകാമദാം. കാമിനി കാമമോഹിതയായ ഒരു ഗോപി അപഗതത്രഭ ലജ്ജ കൂടാതെ, യാതൊരു ലജ്ജയുമില്ലാതെ, തവ മുഖാംബുജാത് ഭഗവാനെ അങ്ങയുടെ വദനാരവിന്ദത്തിൽ നിന്ന് പൂഗചർവിതം ചവച്ച താമ്പൂലം പ്രതിഗൃഹ്യ എടുത്തിട്ട്, തൻ്റെ കയ്യിൽ എടുത്തിട്ട്, തത് വക്ത്രപങ്കജേ അത് തൻ്റെ വക്ത്രപങ്കജെ വിടർന്ന താമരപ്പൂ പോലുള്ള വായിൽ നിദധതി വായിൽ ഇട്ടു. പൂർണ്ണകാമതാം ഗത അങ്ങനെ ജന്മസാഫല്യവും നേടി. ഇപ്പോൾ കാമിനിയായ വേറൊരു ഗോപിക താമ്പൂലം ചവച്ചുകൊണ്ടിരുന്ന ആ ഭഗവാന്റെ തിരുവായിൽ നിന്ന് ചവച്ച താമ്പൂലം കയ്യിലെടുത്തിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ തൻ്റെ വായിലാക്കിയിട്ട് ജന്മസാഫല്യം നേടി. ഇനി 5-ാമത്തെ ശ്ലോകം. വികരുണോ വനേ സംവിഹായ മാം അഭഗദോസികാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. പദം മുറിച്ച് പറയാം. വികരുണഃ വനേ സംവിഹായ മാം അപഗതഃ അസി മാം അപഗതോസി കാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതഃ ഭവാൻ. ത്വം വികരുണഃ വനേ അവിടുന്ന് നിർദയനായിട്ട് യാതൊരു കരുണയുമില്ലാതെ വനേ ആ കാട്ടില് മാം സംവിഹായ അപഗതഹാസി എന്നെ ഉപേക്ഷിച്ചിട്ട് മറഞ്ഞു കളഞ്ഞില്ലേ. ഇഹ കാ ത്വാം സ്പൃശേത്
ഇവിടെ ഏതൊരു സ്ത്രീയാണ് ഇനി അങ്ങയെ സ്പർശിക്കുക? ഇതി സരോഷയ ഏകയ എന്ന അഭിപ്രായത്തോടെ കോപം പൂണ്ട ഏകയ ഒരു ഗോപി സജലലോചനം വെള്ളം നിറഞ്ഞ കണ്ണുകളോടെ താവത് അപ്പോൾ ഭവാൻ വീക്ഷിത അങ്ങയെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ഇനി വേറൊരു ഗോപിക അവിടുന്ന് എന്നെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മറിഞ്ഞു കളഞ്ഞില്ലേ, ഇഹ കാ ത്വാം സ്പൃശേത്, ഇവിടെ ആരാണിനി അങ്ങയെ സ്പർശിക്കുക എന്നിങ്ങനെ രോഷം കൊണ്ടും സങ്കടം കൊണ്ടും ആ ഗോപസ്ത്രീ അങ്ങയെ തന്നെ, ഭഗവാനെ അങ്ങയെ തന്നെ നോക്കി നിന്നു. ഇനി 6ാമത്തെ ശ്ലോകം. ഇതി മുദാകുലേർവല്ലവീജനൈ സമമുപാഗതോ യാമുനേ തടേ മൃദുകുജാംബരേ കൽപ്പിതാസനേ കൃസൃണഭാസുരേ പര്യശോഭതാം. പദം മുറിച്ച് പറയാം. ഇതി മുദാ ആകുലൈഹി വല്ലവീജനൈഹി, മുദാകുലൈർ വല്ലവീജനൈഹി സമം ഉപാഗതഃ, സമമുപാഗതഃ യാമുനേ തടേ മൃദുകുജ അംബരൈഹി കൽപ്പിത ആസനെ ഗുസൃണഭാസുരേ പര്യശോഭതാഃ. ഇതി മുദാ ആകുലൈഹി, ഇതി പ്രകാരം മുദാ ആകുലൈഹി സന്തോഷം കൊണ്ട് പരവശകളായ വല്ലവീജനൈഹി സമം ഗോപസുന്ദരിമാരോട് കൂടിയിട്ട് യാമുനേ തടേ സമുപാഗതഃ കാളിന്തി തീരത്തിൽ എത്തിച്ചേർന്നിട്ട് ഗുസൃണഭാസുരേ കുജകുങ്കുമം പുരണ്ട അഴകാർന്ന മൃദു മാർദ്ദവമുള്ള കജാംബരൈഹി ഉത്തരീയങ്ങളാൽ ഒരുക്കിയ കൽപ്പിത ആസനെ പട്ടുവിരിപ്പിൽ ഇരുന്നിട്ട് പര്യശോഭതാഹ അവിടുന്ന് മിന്നിത്തിളങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിഭവിച്ചവരും അതുപോലെ തന്നെ ആനന്ദ പരവശരായിരിക്കുന്നവരുമായ ആ ഗോപസുന്ദരിമാരോട് കാളിന്തി കൂടിയിട്ട് ആ ഗോപസുന്ദരിമാരോട് കൂടിയിട്ട് കാളിന്തി തീരത്തിലെത്തിയിട്ട് ആ ഗോപികമാരുടെ കുജകുങ്കുമം പുരണ്ട മനോഹരമായതും മാർദ്ദവമുള്ളതുമായ ഉത്തരീയങ്ങളെ കൊണ്ട് ഒരുക്കിയ പട്ടുവിരിപ്പിൽ ഇരുന്ന് ഭഗവാൻ സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, എന്താണ് സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഗുരുവായൂരപ്പ അവിടുന്ന് ഒന്നുകൂടെ മിന്നിത്തിളങ്ങി. ഇനി 7ാമത്തെ ശ്ലോകം. കതിവിധാ കൃപാ കേബി സർവതോ ധൃതദയോദയാ കേചിദാശ്രിതേ കതിചിദീദൃശാ മാതൃശേഷ്വഭീത്യഭിഹിതോ ഭവാൻ വല്ലവീജനൈഃ. പദം മുറിച്ച് പറയാം. കതിവിധ കൃപ കേബി സർവതഃ ധൃതദയോദയാഃ കേചിത് ആശ്രിതേ കതിചിത് ഈദൃശ മാതൃശേഷു അഭിഹിതഃ മാതൃശേഷ്വഭീത്യഭിഹിതഃ ഭവാൻ വല്ലവീജനൈഃ. കൃപ കതിവിധാഃ ദയ എത്ര പ്രകാരത്തിലുണ്ട്. ചിലർ സർവതഃ ധൃതദയോദയാഃ എല്ലാവരിലും ദയയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയിച്ചവരെന്നോ ആശ്രയിക്കാത്തവരെന്നോ ഉള്ള ഭേദം കൂടാതെ എല്ലാവരിലും ദയയുള്ളവരാണ്. കേചിത് ആശ്രിതേ എന്നാൽ ചില ആളുകൾ ആശ്രയിക്കുന്നവരിൽ മാത്രവും. കതിചിത് ഇനി വേറെ ചിലർ മാതൃശേഷു ഞങ്ങളെ പോലെ ഉള്ളവരിലും എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ശരണം പ്രാപിച്ചിട്ടുള്ള
ഞങ്ങളെ പോലെ ഉള്ളവരിൽ പോലും ഈദൃശാഹ ഇങ്ങനെയുള്ളവർ, അതായത് ഭഗവാനെ പോലുള്ളവർ ലവലേശം കരുണ കാണിക്കാത്തവർ ആകുന്നു, ഇങ്ങനെയുള്ളവരാകുന്നു. ഇതി വല്ലഭീജനൈഹി എന്നിങ്ങനെ ഗോപികൾ ഭവാൻ വല്ലഭീജനൈഹി ഗോപികളാൽ ഭവാൻ അവിടുന്ന് അഭിഹിത പറയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഗോപികൾ അങ്ങയോട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഗോപികമാർ ഭഗവാനോട് പരിഭവം പറയാണ്. ഈ കൃപ എന്നത് എത്ര തരത്തിലുണ്ട്? കേബി സർവതഃ ധൃതദയോദയാഹ, ചിലർ എല്ലാവരിലും ദയുള്ളവരാണ്. അവർക്ക് തന്നെ ആശ്രയിച്ചവരെന്നോ അല്ലാത്തവരെന്നോ എന്നുള്ള അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. ചിലർ അങ്ങനെയല്ല, ചിലർ ആശ്രയിച്ച് വരുന്നവരോട് മാത്രം ദയ കാണിക്കുന്നവരാണ്. എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നവരിൽ പോലും വേറെ ചിലർ ഇങ്ങനെയാണ്, ലവലേശം കൃപ ഉണ്ടാകാറില്ല. ഇനി 8ാമത്തെ ശ്ലോകം. അയി കുമാരികാ നൈവ ശങ്ക്യതാം കഠിനതാമയി പ്രേമകാതരേ മയി തു ചേതസോനുവൃത്തയേ കൃതമിദം മയേത്യുജിവാൻ ഭവാൻ. പദമുറിച്ച് പറയാം. അയി കുമാരിക നൈവ ശങ്ക്യതാം കഠിനതാ മയി പ്രേമകാതരേ മയി തു ചേതസഃ വഹ അനുവൃത്തയേ കൃതമിദം മയ ഇതി ഊജിവാൻ മയേത്യൂജിവാൻ ഭവാൻ. അയി കുമാരികാഹ, അല്ലയോ കുമാരിമാരെ, പ്രേമകാതരേ മയി, നിങ്ങൾക്ക് എന്നിലുള്ള പ്രേമത്തിന് ഭംഗം വന്നാലോ എന്ന് ഭയപ്പെടുന്ന മയി എന്നില്, കഠിനത ന ഏവ ശങ്ക്യതാം, നിർദയത്വം ഒട്ടും ശങ്കിക്കുകയേ വേണ്ട, ശങ്ക എന്നത് വേണ്ട തന്നെ. മയി തു വഹ ചേതസഃ, എന്നിൽ തന്നെ വഹ നിങ്ങളുടെ ചേതസഃ മനസ്സ് അനുവൃത്തയെ അനുവർത്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്നിൽ തന്നെ ഇടമുറിയാത്ത ഭക്തിഭാവം, നിങ്ങളുടെ മനസ്സിന് എന്നിൽ തന്നെ ഇടമുറിയാത്ത ഭക്തിഭാവം നിലനിൽക്കാൻ വേണ്ടിയാണ് മയ ഇതം കൃതം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നത്. ഇതി ഭവാൻ ഊജിവാൻ എന്ന് അങ്ങയാൽ പറയപ്പെട്ടു, അങ്ങ് പറഞ്ഞു. ഇതി ഭവാൻ ഊജിവാൻ എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഇപ്പം ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഗോപികമാരെ സമാധാനിപ്പിക്കുകയാണ്. ഭഗവാൻ അങ്ങനെ മാറി നിന്നത് കൊണ്ടുള്ള ആ ഗോപികമാരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ കേട്ടപ്പോൾ ഭഗവാൻ പറയാണ്, ഹേ സുന്ദരിമാരെ, എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളോടുള്ള പ്രേമത്തിന് കുറവ് വന്നാലോ എന്ന് ശങ്കിക്കുകയേ അരുത്. ഞാൻ ഇങ്ങനെ മാറി നിന്നത് നിങ്ങളുടെ മനസ്സിലെ ആ ഭക്തിഭാവം അത് എന്നിൽ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. അയി നിശമ്യതാം ജീവവല്ലഭാ പ്രിയതമോ ജനോ നേതൃശോ മമാം തദിഹ രമ്യതാം രമ്യയാമിനീഷ്വനുപരോധമീത്യാലഭോ വിഭോം. പദമുറിച്ച് പറയാം. അയി നിശമ്യതാം ജീവവല്ലഭാഃ പ്രിയതമഃ ജനഃ ന ഈദൃശഃ നേദൃശഃ മമ തദിഹ രമ്യതാം രമ്യയാമിനീഷു അനുപരോധം ഇതി ആലഭഃ രമ്യയാമിനീഷു അനുപരോധമിത്യാലഭോ വിഭോ. അയി ജീവവല്ലഭാഃ, അല്ലയോ പ്രാണപ്രേയസിമാരെ, നിശമ്യതാം കേൾക്കൂ.
മമ ഈദൃശഃ, എനിക്ക് ഈദൃശഃ ഇത്തരത്തിലുള്ള എന്ന് പറയുമ്പോൾ നിങ്ങളെ പോലെയുള്ള പ്രിയതമഃ ജനഃ എന്ന ഇഷ്ടജനം വേറെ ഇല്ല, നിങ്ങളെപ്പോലെ എനിക്ക് വേറെ ആരും ഇല്ല. തത് ഇഹ, അതുകൊണ്ട് ഇവിടെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഈ യമുന പുളിനത്തില്, യമുനാ തീരത്തില് രമ്യ യാമിനീഷു, മനോഹരമായ ഈ രാത്രികളിൽ അനുപരോധം, യാതൊരു പ്രതിബന്ധവുമില്ലാതെ, യാതൊരു തടസ്സവുമില്ലാതെ രമ്യതാം, നിങ്ങൾ രമിച്ചുകൊള്ളുക. ഇതി വിഭോ, എന്നിങ്ങനെ ഗുരുവായൂരപ്പ ത്വം ആലപഃ, അവിടുന്ന് അരുളി ചെയ്തു. അപ്പോൾ നിങ്ങളെപ്പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വേറെ ഇല്ല. അതുകൊണ്ട് ഈ യമുനയുടെ മനോഹരമായ മണൽത്തിട്ടയിൽ, മനോഹരമായ ഈ രാത്രിയിൽ യാതൊരു തടസ്സവുമില്ലാതെ എല്ലാവരും എന്നോടുകൂടി രമിച്ചുകൊള്ളുക. ഇനി 10ാമത്തെ ശ്ലോകം. ഇതി ഗിരാധികം മോദമേദുരേർ വ്രജവധൂജനൈ സാഗമാരമൻ കലിതകൗതുകോ രാസഖേലനേ ഗുരുപുരീപദേ പാഹി മാം ഗദാത്. പദം മുറിച്ച് പറയാം. ഇതി ഗിരാധികം മോദമേദുരൈഹി വ്രജവധൂജനൈഹി, മോദമേദുരൈർവ്രജവധൂജനൈഹി സാഗം ആരമൻ കലിതകൗതുകഃ രാസഖേലനേ ഗുരുപുരീപദേ പാഹി മാം ഗദാത്. ഇതി ഗിര, ഇപ്രകാരമുള്ള വാക്കുകളാൽ അധികം അത്യന്തം മോദമേദുരൈഹി, സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന വ്രജവധൂജനൈഹി, ആ ഗോപികമാരാൽ സാഗം, ആ ഗോപികമാരുടെ കൂടെ, വ്രജവധൂജനൈഹി സാഗം, ആ ഗോപികമാരുടെ കൂടെ ആരമൻ രമിക്കുന്നവനും രാസഖേലനെ, രാസക്രീഡയിൽ കലിത കൗതുകഃ, അഭിലാഷത്തോടുകൂടി കൂടിയവനും ആയ ഗുരുപുരീപദേ, ഗുരുവായൂരപ്പ അവിടുന്ന് മാം ഗദാത് പാഹി, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. അപ്പോൾ പാതാളേശൻ്റെ വാക്കുകൾ കേട്ട് മനസ്സ് നിറഞ്ഞ് അധികരിച്ച ആനന്ദത്തോടു കൂടിയിട്ട് ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്ന ഗോപികമാരോടുകൂടി രമിക്കുന്നവനും അതുപോലെ രാസക്രീഡ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനുമായ ഗുരുവായൂരപ്പ ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 68ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.